കാർബൺ ന്യൂട്രൽ സമ്പദ്വ്യവസ്ഥയിലേക്ക് നീങ്ങാനുള്ള ഇന്ത്യയുടെ പദ്ധതികളുടെ ഭാഗമായി രാജ്യത്തുടനീളം ആണവ നിലയങ്ങൾ രൂപീകരിക്കാനൊരുങ്ങി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. റിന്യൂവബിൾസ്, ന്യൂക്ലിയർ പവർ, ഗ്രീൻ ഹൈഡ്രജൻ, ഗ്രീൻ മൊബിലിറ്റി, എനർജി സ്റ്റോറേജ്, വേസ്റ്റ് ടു എനർജി എന്നിവയുൾപ്പെടെ വിവിധ ഊർജ്ജ സ്രോതസ്സുകളെ സംയോജിപ്പിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. NTPCയുടെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള NTPC ന്യൂക്ലിയർ പവർ കമ്പനി എന്ന പുതിയ അനുബന്ധ സ്ഥാപനം രൂപീകരിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. നിലവിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനായി കമ്പനി രാജ്യത്തുടനീളമുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങളിൽ പഠനം നടത്തുകയാണ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ പങ്കാളിത്തത്തോടെ രാജസ്ഥാനിലെ ബൻസ്വാരയിലെ മാഹിയിലാണ് NTPCയുടെ ആദ്യ ആണവോർജ്ജ പദ്ധതി വരാൻ പോകുന്നത്. 2.8 ജിഗാവാട്ട് ശേഷിയുള്ള ഈ പദ്ധതിക്ക് ഏകദേശം 50,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. അടുത്ത 2 മാസത്തിനുള്ളിൽ ഇത് തറക്കല്ലിടൽ ആരംഭിക്കും. NTPC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഗുർദീപ് സിംഗ് പറയുന്നതനുസരിച്ച് 2025 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ തന്നെ താപവൈദ്യുതിയിൽ നേടിയതിന് സമാനമായി ആണവോർജ്ജ മേഖലയിലെ ഗണ്യമായ വിജയത്തിനും കമ്പനി തുടക്കമിടും. രാജസ്ഥാനെ കൂടാതെ കൂടുതൽ ആണവ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനായി ഗുജറാത്ത്, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, ഒഡീഷ, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി NTPC ചർച്ച നടത്തി വരികയാണ്. NTPCയുടെ ആണവ വിപുലീകരണം കേവലം 2-5 ജിഗാവാട്ട് മാത്രമായിരിക്കില്ലെന്നും മറിച്ച് 10,000-കണക്കിന് ജിഗാവാട്ടുകളുടെ പദ്ധതികളാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നതെന്നും സിംഗ് വ്യക്തമാക്കുന്നു. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നും ഗണ്യമായ രീതിയിൽ രാജ്യം മുക്തി നേടുമെന്നാണ് കരുതപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കലാകൗമുദി.